വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് നമുക്ക് ഒരു റുമാലി റൊട്ടി എങ്ങനെ നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കാം. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചൊരു ഓയിലൊന്ന് വെറുതെ ഒന്നിങ്ങനെ പുരട്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് മതി. അല്ലെങ്കിൽ കുറേ നേരമൊന്നും വെക്കേണ്ട കാര്യമില്ല. നമ്മൾ കുഴച്ച് വെച്ചതിങ്ങനെ ചെറിയ ഉരുളകളാക്കുക. ആദ്യം ചെറിയൊരു പൂരിക്ക് പറ്റുന്ന ഉരുളകളാക്കി എടുക്കുക. ഇനി നമ്മൾ എന്നിട്ടത് ഓരോന്നെടുത്തിട്ട് പരത്താം. പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കുക ആദ്യം. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുക. അതുപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. ഒരു പൂരിയും കൂടി പരത്തുക. ഇനി നമ്മൾ അതിൻ്റെ മീതിക്ക് ഇത് വെച്ച് കൊടുക്കുക. രണ്ടോ മൂന്നോ ഒരു ലെയറും കൂടി വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 എണ്ണമാണ്. എന്നിട്ട് നമ്മളതൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് പരത്തിയെടുക്കാം. പാകത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. നല്ല ചൂടായ തവയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്നും വേണ്ട. ഒന്നിങ്ങനെ അതിട്ടതിന് ശേഷം നമുക്ക് അപ്പം തന്നെ അതൊന്ന് മറിച്ചിടാം. വീണ്ടും ഒന്നും കൂടി മറിച്ചിടാം. ഒരു 2-3 പ്രാവശ്യം നമ്മളിതിങ്ങനെ മറിച്ചിട്ട് വരുമ്പോൾ നല്ലോണം ഇങ്ങനെ സ്റ്റിക്കാവരുത്. സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടണം. കണ്ട ഈ അരു ഒന്ന് ഇത് കണ്ടോ. ഈ അരുവിൽ നോക്കിയാൽ ഇതിങ്ങനെ വിട്ട് വരും. ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അപ്പം നമുക്കത് അവിടെ നിന്ന് എടുത്ത് മാറ്റത്. ഒന്നത് നമുക്കിത് വേവും വേണ്ടേ. ഇനി നമുക്കതൊന്ന് തവയിൽ നിന്നെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിങ്ങനെ ഇങ്ങനെ നമുക്ക് കിട്ടും. കണ്ടോ, ശരിക്കും ഇങ്ങനെ പെട്ടെന്ന് കിട്ടും നമുക്കത്. നല്ല സോഫ്റ്റായിട്ടുള്ള തിന്നായിട്ടുള്ള റുമാലി റൊട്ടി നമുക്ക് കിട്ടും. കണ്ടോ, നല്ല സോഫ്റ്റുമാണ്. കണ്ടോ, ഇങ്ങനെ കിട്ടണം നമുക്ക്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് വെറുതെ ഒന്ന് ആ തവയിൽ തന്നെ ചൂടായ തവയിൽ 1 സെക്കൻഡ് ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. കണ്ടോ, നല്ല തിന്നായിട്ടുള്ള റുമാലി റൊട്ടി നമുക്ക് കിട്ടിയില്ലേ. നമ്മളിനിയിപ്പോൾ ചട്ടി കമഴ്ത്തി അതിൻ്റെ മീതായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള റുമാലി. അങ്ങനെ നമുക്കതെല്ലാം അങ്ങനെ പരത്തിയെടുക്കാം.
ഞാനതിൻ്റെ കൂടെ ഒരു വെള്ള കടലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ കടല തലേ ദിവസം കുതിർത്ത് വെച്ച കടല കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കടലക്കറി നോക്കാം. കടലയൊക്കെ നല്ലോണം വെന്തുണ്ട്. അതിൽ നമുക്കൊന്ന് ഉപ്പൊക്കെ പാകമാണോ നോക്കണം. ഇനി നമ്മളതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് ആക്കാൻ വേണ്ടി ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടാണ് പാലെടുത്തത്. അത് നമുക്ക് ഒഴിച്ചെടുക്കാം. ഒരു പാക്കറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില തന്നെയാണ് ഇടുന്നത്. കറിവേപ്പില നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇതേപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് വേഗം തന്നെ വേവിച്ചെടുക്കാം. എല്ലാം നമുക്ക് ആ കുക്കറിൽ തന്നെ വേവിച്ചെടുത്ത് ഈ പാലും ഒഴിച്ചാൽ മതി. അങ്ങനെ ഈസി ആയിട്ടുള്ള ഒരു കടലക്കറിയും കൂടി നമുക്ക് റെഡിയായി. കടലക്കറി നമുക്ക് എല്ലാത്തിൻ്റെയും അപ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. നമ്മളിപ്പോൾ ഇന്ന് റുമാലി റൊട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും കടല ഇങ്ങനെ വെച്ച് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മുടെ റുമാലി റൊട്ടിയും കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, എങ്ങനെയായാലും നമുക്കത് സ്റ്റിക്കായിട്ട് കിട്ടില്ല. കണ്ട, ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഇങ്ങനെ റുമാലി റൊട്ടിയൊക്കെ ഇങ്ങനെ ചീനച്ചട്ടി ഇങ്ങനെ തീയിലിങ്ങനെ കമത്തി വെച്ചിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുക. അത് വലിയതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. എല്ലാവരും അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഇതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.